ഖദീജ ബീവിയാണ് ആദ്യത്തെ മുസ്ലിമത്ത് എന്ന് നമ്മൾ ഓർക്കണം. ലോകത്ത് പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയുമായി വരുമ്പോൾ ഹബീബിനെ ആദ്യമായി വിശ്വസിച്ചതൊരു പെണ്ണാണ്. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണിനാണെന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ ഏറ്റവും വലിയ അഭിമാനം പെണ്ണുങ്ങൾക്ക്. ആദ്യത്തെ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് ആരാ? ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹാ. സിദ്ദീഖ് എന്നവര് പിന്നെയാണ്. ഖദീജ ബീവിയല്ലേ ആദ്യത്തെ മെമ്പർഷിപ്പ് റളിയല്ലാഹു അൻഹാ. ആ ബീവിയെ നബി തങ്ങൾ വല്ലാതെ സ്നേഹിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവി വഫാത്താകുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബ് മറ്റൊരു വിവാഹം ചെയ്തില്ല. 65 വയസ്സ് കഴിഞ്ഞിട്ടാണ് ബീവി വഫാത്താകുന്നത്. 65 വയസ്സുള്ള ഒരു ഉമ്മയുടെ പ്രായം, ശരീരത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 65 വയസ്സ് ഖദീജ ബീവിക്ക്. പുണ്യ നബി തങ്ങൾക്ക് 50 വയസ്സ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 53 വയസ്സ്. അങ്ങനെയാണെങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 68 വയസ്സുണ്ടാകും. 68 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മയുടെ, ഒരു മുത്തശ്ശിയുടെ പ്രായമെന്ന് തോന്നിക്കുന്ന ആ പ്രായത്തിലുള്ള തൻ്റെ ഭാര്യയാണ്, തങ്ങളുടെ ഭാര്യയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ പറയുമായിരുന്നത്, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ കാനത്ത് കൈത വ കൈത, എൻ്റെ ഖദീജയെ പോലെ ഒരു നല്ല പെണ്ണുണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ ആയിഷ ബീവി ചൂടായി പറഞ്ഞില്ലേ, എന്തിനാ നബിയെ നിങ്ങൾ ഈ പ്രായമുള്ള ഒരു ഉമ്മൂമാന്റെ കഥ പറയണത്? ഞങ്ങൾ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ ഇവിടെ ഇല്ലേ? എന്താ തിരുമേനിയുടെ മറുപടി എന്നറിയോ? സ്നേഹം മാംസനിബദ്ധമല്ല എന്ന് കുമാരനാശാൻ പാടിയ പോലെ, മാംസനിബദ്ധമല്ല രാഗം, സ്നേഹത്തിന് മാംസവുമായി ബന്ധമില്ല എന്നാണ്. 68 വയസ്സ് പ്രായമുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, നിങ്ങൾ എത്ര യുവതിയാണെങ്കിലും സുന്ദരിയാണെങ്കിലും എൻ്റെ ഖദീജയെ പോലെ നിങ്ങൾക്കാവാൻ കഴിയില്ല. വാസത്തിനി ബിമാലിഹാ, ആ ഖദീജ എന്നെ ഒരുപാട് സമാധാനിപ്പിച്ചവളാണ്. വാക്കുകൊണ്ട്, അവരുടെ സമ്പത്ത് കൊണ്ട്, അവരുടെ ഉപദേശം കൊണ്ട്, അവരുടെ സ്നേഹത്തലോടൽ കൊണ്ട് എനിക്ക് സമാശ്വാസം നൽകിയവരാണവർ. നാട്ടുകാർ മുഴുവനും ഞാൻ നുണയാണ് പറയുന്നത് എന്ന് എന്നെ കളവാക്കിയപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചവരല്ലേ എൻ്റെ ഖദീജ. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം തിരുമേനിയുടെ വീട്ടിലേക്ക് വന്നാൽ ഉടനെ കൊടുത്തയക്കുന്ന ഖദീജയുടെ കൂട്ടുകാരികൾക്ക്. ബീവി ജീവിച്ചിരിപ്പില്ലല്ലോ, ഖദീജയുടെ കൂട്ടുകാരികൾ ഉണ്ടാകും റളിയല്ലാഹു അൻഹാ. ആ കൂട്ടുകാരികൾക്ക് കൊടുക്കിനിത്. എന്ത് വന്നാലും ഖദീജ ബീവിയുടെ കൂട്ടുകാരെ കൊണ്ടുപോയി കൊടുക്കി. തങ്ങൾ പറയും, ഖദീജ ബീവിയുടെ സഹോദരി അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വന്ന് സംസാരിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹാലയാണോ വന്നത്? ഹാലയോ? എനിക്ക് ഹാല, നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ എൻ്റെ ഖദീജയെ ഓർമ്മ വന്നു എന്ന് നബി തങ്ങൾ പറയുമ്പോൾ, ആ ഭാര്യ മരിച്ചതിന് ശേഷമാണ് നബി തങ്ങൾ മറ്റ് വിവാഹങ്ങളൊക്കെ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70 വയസ്സിനോളം അടുക്കുന്ന പ്രായത്തിലാണ് സ്വന്തം ഭാര്യ മരിക്കുന്നത്. അന്ന് നബി തങ്ങൾക്ക് 15 വയസ്സ് കുറവാണ്. ആയിഷ ബീവിയുടെയും തിരുമേനിയുടെയും കല്യാണത്തിന്റെ കഥ പറഞ്ഞിങ്ങനെ പൊല്ലാപ്പ് കാണിക്കുന്ന ആളുകള് എന്താ ഖദീജ ബീവിയുടെ ചരിത്രം പറയാത്തത്? അതും പറയണ്ടേ, അത് വലിയ ചരിത്രമല്ലേ. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഖദീജ ബീവിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു പരാതി ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹിനെ കല്യാണം കഴിച്ചു എന്ന് അഭിമാനത്തോടെ പറഞ്ഞ പെണ്ണാണ്, മഹദിയാണ് ഖദീജ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഇപ്പൊ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പറയാം, ആ ബീവി അന്ന് കല്യാണം കഴിച്ചത് ചെറിയ വയസ്സിൽ കഴിച്ചില്ലേ. ആയിഷ ബീവിക്ക് ഇല്ലാത്ത പരാതി എന്തിനാ കൂട്ടരെ നിങ്ങൾക്ക്? ബീവിക്ക് പരാതി ഇല്ലല്ലോ. ബീവി നബി തങ്ങൾ വഫാത്തായി 40 കൊല്ലം വീണ്ടും ജീവിച്ചിട്ടാണ് മരിച്ചത്. അതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇന്നെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചില്ല, എനിക്ക് വിഷമായി എന്ന് ബീവി പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്ക് സന്തോഷം എന്നല്ലേ ആയിഷ ബീവി, എനിക്ക് എൻ്റെ റസൂലിനെ എനിക്ക് എൻ്റെ കൂടെ വേണം, അതല്ലേ ബീവി പറഞ്ഞിരുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി പുറപ്പെട്ടപ്പോ അതാ വരുന്നു മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം. മദീനയുടെ വിശുദ്ധമായ ഭൂമികയിൽ മസ്ജിദുൻ നബവിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നു. മാലാഖമാരുടെ നേതാവ്, 600 ചിറകുകളുള്ള പ്രകാശത്താൽ പടക്കപ്പെട്ട അവരുടെ രൂപമേതാണെന്ന് നമുക്കറിയില്ല, എന്നാൽ അല്ലാഹുവിനറിയാം. 600 ജനാഹ് ജിബ്രീലിനെ ഞാൻ കണ്ടു. സദ്ദൽ ഉഫുഖ,
ചക്രവാള സീമകൾ മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകുകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ജിബ്രീൽ തങ്ങളെ ഞാൻ കണ്ടു. 600 ചിറകുകളുള്ള ജിബ്രീൽ എന്നെ വിളിച്ചു, യാ മുഹമ്മദു എന്ന്. ഞാൻ അന്ന് മക്കയുടെ ബത്ഹായിലാണ്. എന്നോട് പറഞ്ഞു, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. മുഹമ്മദ് നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകരാണ് എന്നോട് ജിബ്രീൽ തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയാറുണ്ട്. അതേ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ മുമ്പിൽ വന്ന് പറയുന്നു, നബിയേ, ഖദീജ വരുന്നുണ്ട് ഒരു ഭക്ഷണത്തളികയുമായി. വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഖദീജ ബീവി വന്നാൽ നിങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവിയോട്, അല്ല, മക്കയിലാണ് സംഭവം, പുണ്യനബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഹിജ്റയുടെ മുമ്പാണ്. മക്കയിലാണ് ബത്ഹായിൽ അല്ലാഹുവിന്റെ ഹബീബ് ജിബ്രീൽ തങ്ങളെ കണ്ടത്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഈ സംഭവം നടക്കുന്നതും ഹിജ്റയുടെ മുമ്പിൽ തന്നെ, മക്കയിലുള്ള കാലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ മദീനയുടെ മുറ്റത്ത് ഒരു ദിവസം ഒന്നിലേറെ തവണ ജിബ്രീൽ തങ്ങൾ വന്നുപോയ മണ്ണാണത്. നമ്മളൊക്കെ മദീനത്തേക്ക് പോകുമ്പോഴേ ഒന്ന് ഓർക്കണേ, ഇത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ഇടമാണ്, ജിബ്രീൽ തങ്ങൾ ഇറങ്ങി വന്ന സ്ഥലങ്ങളാണിതൊക്കെ. അപ്പൊ ഇപ്പൊ അവിടെ മാർബിളൊക്കെ ഇട്ടിട്ടുണ്ട്, വലിയ റോഡാണ്, സംഭവങ്ങളാണ്, ഒക്കെ ആണെങ്കിലും ഇത് ജിബ്രീൽ തങ്ങൾ വന്നിറങ്ങിയ സ്ഥലമാണ്. മക്കയിലും ഇറങ്ങി ജിബ്രീൽ എന്ന മാലാഖ അലൈഹിസ്സലാം. ജിബ്രീൽ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നു, നബിയേ, നിങ്ങളുടെ ഭാര്യ ഖദീജ ബീവി അതാ വരുന്നു. വരുമ്പോൾ അവരോട് പറയണം, ഇന്നല്ലാഹ യുഖ്രിഉഹസ്സലാം വഅഖ്രിഇഹാ മിന്നിസ്സലാം. എന്നോട് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖദീജ ബീവി വന്നാൽ അവരോട് പറയണം, അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അർത്ഥം? എന്താണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ? ശാന്തിയും സമാധാനവും, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ്. അല്ലാഹു ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ നബിയെ. കൂട്ടത്തിൽ ഞാൻ ജിബ്രീലും ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഖദീജ ബീവിക്ക് ജിബ്രീൽ തങ്ങളെ കാണാൻ കഴിയില്ല. ഒരിക്കൽ കണ്ടിട്ടുണ്ട്, കണ്ട ചരിത്രമുണ്ട്, പക്ഷേ പിന്നൊരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. എന്റെ സലാമം ഖദീജ ബീവിയോട് പറയണേ. വബശ്ശിർഹാ, ഖദീജ ബീവിക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കണേ. ബിഖസബിൻ وبشرها بقصر في الجنة من قصب لا صخب فيها ولا نصب. മനോഹരമായ വാക്കുകളാണ്. വബശ്ശിർഹാ ബിഖസ്റിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ്. നബിയേ, ഖദീജ ബീവിക്ക് അല്ലാഹു ഒറ്റമുത്തിനാലുള്ള ഒരു കൊട്ടാരം സ്വർഗ്ഗലോകത്ത് ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. ഒരു കൊട്ടാരം, ഒരു മുത്ത്. സുബ്ഹാനല്ലാഹ്. ഗ്ലാസിന്റെ ഡോമുകൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുമല്ല ഇത്, ഒറ്റമുത്തിനാലുള്ള ഒരു കൊട്ടാരം. എന്തായിരിക്കും അതിന്റെ ഭംഗി? മുത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കൾച്ചേർഡ് പേൾസ് ഒക്കെ ആയിരിക്കും നമ്മൾക്ക് ഓർമ്മ വരിക. സ്വർഗലോകത്തുള്ളത് ഒരു കണ്ണും കാണാത്തതാണ്, ഒരു കാതും കേൾക്കാത്തതാണ്, ഒരു മനുഷ്യന്റെ മനസ്സിലും ചിന്തിക്കുക പോലും കഴിയാത്തതാണ് സ്വർഗമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വബശ്ശിർഹാ, ബീവിയോട് സന്തോഷം പറയണേ. അങ്ങയോടുകൂടെ ഒരുപാട് കഷ്ടപ്പെട്ടവരല്ലേ അവർ, അങ്ങയുടെ കൂടെ ഒരുപാട് ത്യാഗം സഹിച്ചവരല്ലേ ഖദീജ ബീവി. നബിയെ, പനി ബാധിച്ച് പേടിച്ച് ഹിറാ ഗുഹയിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ ആരംഭം, ഇഖ്റഇന്റെ വചനങ്ങൾ ഹിറാ ഗുഹയിൽ അവതരിപ്പിച്ചതിന് ശേഷം പേടിച്ച് വിറച്ച് നിബിതങ്ങൾ വന്ന്, എനിക്ക് പുതപ്പ് തരൂ, എനിക്ക് പുതപ്പ് തരൂ, എനിക്ക് പനി വന്നിരിക്കുന്നു, എനിക്ക് പേടിയായിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോ ആ ബീവിയല്ലേ പുതപ്പിട്ട് മൂടിയത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് ഖുർആൻ വിളിക്കാൻ കാരണമായതും ബീവി തന്ന വിരിപ്പല്ലയോ നബിയേ? അവരല്ലേ പറഞ്ഞത്, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. എൻ്റെ ഭർത്താവായ മുഹമ്മദ് നബിയെ, നബി എന്ന് വിളിക്കണില്ല, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങന്റെ ഭർത്താവാണ്. നിങ്ങളെ അല്ലാഹു ഒരിക്കലും കൈവടിയുകയില്ല. നിങ്ങൾ കുടുംബം നോക്കുന്നവരാണ്,
ജനങ്ങളെ സഹായിക്കുന്നവരാണ്. ഖദീജ ബീവി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹ് നിങ്ങളെ കൈവടിയൂല എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞ വാക്കെന്താ? ഇന്നക ലതസിലുർ റഹിം, കുടുംബബന്ധം ചേർക്കുന്നവരാണ്. വതഖിറുൽ ദൈഫ, അതിഥികൾ ആര് വന്നാലും അവരെ സൽക്കരിക്കുന്നവരാണല്ലോ മുഹമ്മദ് നബിയെ നിങ്ങൾ. വതുഈനുൽ മൽഹൂഫ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരല്ലേ നിങ്ങൾ. വതഹ്മിലുൽ കല്ല, ജനങ്ങളുടെ ഭാരം ചുമക്കുന്നവരല്ലേ. മലയാളത്തിൽ കല്ല് എന്ന് പറഞ്ഞാൽ കല്ലാണ്, കല്ലിന് ഭാരമുണ്ട്. പക്ഷെ അറബിയിൽ കല്ല് എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ് അർത്ഥം. അപ്പൊ കല്ലിന് ഭാരമുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അതും ഈ കല്ലും തമ്മിൽ എന്തോ ബന്ധം കാണും. കൽ തഹ്മിലുൽ കല്ല, നിങ്ങൾ ഭാരം ചുമക്കുന്നവരല്ലേ നബിയെ. വതുഈനു അലാ നവാഇബിൽ ഹഖ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ, കൊടുങ്കാറ്റടിച്ച് വീശുമ്പോൾ, മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ, വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ മക്കക്കാർക്ക് വേണ്ടി ആദ്യം ഓടിച്ചെല്ലുന്ന, ഏറ്റവും ആദ്യം ഓടിച്ചെല്ലുന്ന പൊതുപ്രവർത്തകനല്ലയോ നബിയെ നിങ്ങൾ, മുഹമ്മദ് നബിയെ നിങ്ങൾ. അങ്ങനത്തെ നിങ്ങളെ അള്ളാഹു കൈവടിയുകയില്ല. ഈ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞവരാണ് ഹബീബിന്റെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ്. ഇന്ന് മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദി റളിയല്ലാഹു തആല അൻഹ. ആ മഹദിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു തആല ഒറ്റമുത്തിനാലുള്ള ഒരു കൊട്ടാരവും, ലാ സഖബ ഫീഹാ വലാ നസബ്, അവിടെ ക്ഷീണമുണ്ടാകില്ല ബീവി, അവിടെ ബഹളങ്ങൾ ഉണ്ടാവില്ല. ശാന്തമായി നിങ്ങൾക്ക് വിശ്രമിക്കാനും അനന്തമായ ഒരു ലോകത്തിന്റെ ആസ്വാദനങ്ങൾ അനുഭവിക്കാനും അള്ളാഹു നിങ്ങൾക്ക് ഒരു ഒറ്റമുത്തിനാലുള്ള കൊട്ടാരം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ആരെ പറ്റിയാണോ ഹബീബ് പറഞ്ഞത്, ആ മഹദിയാണ് പെണ്ണുങ്ങളിൽ ഏറ്റവും ആദ്യമായി നിബിധങ്ങൾ എടുത്തു പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ നിബിധങ്ങൾ ഏറ്റവും സ്നേഹിച്ച, സ്വർഗലോകത്ത് വരുന്ന പെണ്ണുങ്ങളുടെ നേതാവെന്ന് നിബിധങ്ങൾ പറഞ്ഞ അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹാ. രണ്ടാം സ്ഥാനം ആരാണെന്നറിയുമോ? ഹബീബിന്റെ പ്രിയപ്പെട്ട മോളാണ്, ഫാത്തിമത്തു സഹ്റാ, ബതൂൽ, ഫാത്തിമ ബീവിയാണ് റളിയല്ലാഹു തആല അൻഹാ. ആ മോളാണ് കൈകൾക്ക് മുറിവുകൾ ഉണ്ടായി, വീട്ടുവേല ചെയ്ത് ജോലി ചെയ്ത് ഗ്രൈൻഡറിന്റെ ആസുകല്ല് എന്നാ പറയാ. നമ്മൾ കാസർഗോഡൊക്കെ അങ്ങനെ പറയാറുണ്ട്, ആസുകല്ല്. നല്ല കരിങ്കല്ല് കൊണ്ട് ചെത്തി ഉണ്ടാക്കുന്ന ആസുകൽ, അന്നത്തെ ഗ്രൈൻഡറാണ്, പഴയ കാലത്തെ ഗ്രൈൻഡർ. ആ കൈ കൊണ്ട് ഉരച്ച് കൈകളിൽ മുറിവുകൾ വന്ന്, വ്രണങ്ങൾ വന്ന്, രണ്ട് കൈകളും മുറിവായി നിൽക്കുന്ന സമയം മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു, ആണെങ്കിലോ ജനങ്ങൾക്ക് വെള്ളം കോരി കൊണ്ടുപോയി കൊടുത്ത് അതിന് കിട്ടുന്ന കാശുകൊണ്ടാണ് ഭക്ഷണം വാങ്ങിക്കാറ്. അങ്ങനെ ഊരവേദന കൊണ്ട് പുളയുകയാണ് അലി റളിയല്ലാഹു അൻഹു. നബിയേ, ഹുനൈൻ കഴിഞ്ഞല്ലോ, ഹുനൈൻ യുദ്ധം. അവിടെ നിന്ന് കിട്ടിയ അടിമപ്പെണ്ണുങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ എനിക്ക് സഹായത്തിന് അങ്ങ് നൽകുമോ നബിയേ എന്ന് ഹബീബായ നിബിതങ്ങളോട് വന്ന് ചോദിച്ചപ്പോ പുണ്യ നിബിതങ്ങൾ ആ മോളോടാണ് പറഞ്ഞത്, മോളെ ഫാത്തിമ, ഇവിടെ കാണുന്ന ഈ അടിമ പെണ്ണുങ്ങളും അടിമകളും ഇത് ഈ ഉമ്മത്തിന്റെ മുതലാണ് മോളെ. പ്രവാചകന്റെ മോൾക്ക് ഉപയോഗിക്കാനോ സ്വീകരിക്കാനോ വീട്ടിൽ കൊണ്ടുപോകാനോ ഉള്ളവരല്ല മോളെ. അതിനേക്കാളും ഖൈറ് ഞാൻ പറഞ്ഞു തരാം, ഉപ്പയായ ഞാൻ. നിങ്ങൾക്കത് പൊരുത്തമാവില്ലേ? മതി ഉപ്പ, അങ്ങേക്ക് എന്താണോ ഇഷ്ടം? അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ പറയുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ഉപ്പയെ പോലും റസൂൽ, തിരുമേനി, പ്രവാചകൻ, അല്ലാഹുവിന്റെ ദൂതർ എന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, മോളെ, കൈകളിൽ മുറിവുണ്ട് എന്നെനിക്കറിയാം. നിന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിന് ഊരവേദനയാണ് എന്നും എനിക്കറിയാം. അതിനു പകരം ഒരു വേലക്കാരിയെ തരാൻ ഉപ്പാക്ക് കഴിയില്ല മോളെ. നിങ്ങൾ കിടന്നുറങ്ങാൻ ചെന്നാൽ, നിങ്ങൾക്ക് കിടക്കാൻ സമയമായാൽ, ഉറക്കം വരാറായാൽ, ഞാനൊരു കാര്യം പറയാം, എൻ്റെ അനുഭവമാണ്, നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ലേ.
ഉറക്കം വരാത്ത ചില സമയം ഉണ്ടാവും. എങ്ങനെ കിടന്നാലും ഉറക്കം വരില്ല അല്ലേ? വെറുതെ ആലോചിച്ചിരിക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നിൽക്കുന്ന സമയം. ഈ 33 തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ സംഭവം, 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബർ, ഇത് ചൊല്ലണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഈ ക്ഷീണം മാറും ഫാത്തിമ. നമ്മൾ കേട്ട ഹദീസാണ്, മുമ്പ് ചർച്ച ചെയ്തതാണിത്. എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് സാധാരണ ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ പിന്നെ ഉറങ്ങാറാണ്, പിന്നെ ഒന്നും ആ ഒരു വിഷമം ഉണ്ടാവാറില്ല. അങ്ങനെ ഒന്നും കൂടി അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരിക്കലൂടെ ചൊല്ലും സുബ്ഹാനല്ലാഹ് 33. ചിലപ്പോൾ ആ 33 പൂർത്തിയാണ് മുമ്പ് തന്നെ ഉറങ്ങിപ്പോയേക്കും. അങ്ങനെയാണെങ്കിൽ നേരെ വെളുക്കണ വരെ ആ സുബ്ഹാനല്ലാഹ് ചൊല്ലിയ കൂലി കിട്ടുകയും ചെയ്യും. അതൊരു കോളടിക്കണതാണ്. നമ്മൾ എണ്ണം നിശ്ചയിച്ച് ഓതാൻ തുടങ്ങിയിട്ട് എൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയാൽ നേരം വെളുക്കണവരെ അത് ഓതിയ കൂലി കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. ഉറക്കം വരുന്നില്ലെങ്കിൽ 33 ഉറക്കം വന്നാലും ഇല്ലെങ്കിൽ ഇത് ചെല്ലൽ സുന്നത്താണേ. പക്ഷെ ഉറക്കം വരുന്നില്ലെങ്കിൽ ഒന്നും കൂടെ അങ്ങ് ചൊല്ലുക. മോളെ നിങ്ങൾ ഇദാ അവൈതുമാ മദ്ജഅകുമാ, മോളെ നിങ്ങളുടെ കിടപ്പറയിലേക്ക് നിങ്ങൾ വന്നാൽ, ആരായത്? രാജകുമാരിയായി ജീവിക്കേണ്ട ഒരു മോളോട് സ്വർഗീയ പെണ്ണുങ്ങളുടെ നേതാവെന്ന് നബി തങ്ങൾ പറഞ്ഞ ഫാത്തിമ ബീവിയോട് ഒരു വേലക്കാരി വേണമെന്ന് ചോദിച്ചതിന് പകരം അത് വേണ്ട മോളെ, നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ ഏറ്റവും ഉന്നതമായ ഉചിതമായ മറ്റൊന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞു കൊടുത്ത വചനങ്ങൾ, നിങ്ങൾ കിടപ്പറയിലേക്ക് ചെന്നാൽ മോളെ നീയും നിന്റെ ഭർത്താവും ചൊല്ലണേ സുബ്ഹാനല്ലാഹ് 33. എന്താ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവേ, നീ എല്ലാ പരിപൂർണതയും ഉള്ള ഒരു പടച്ചവനാണ്, ദൈവമാണ്, സർവേശ്വരനാണ്. നിനക്കൊരു ന്യൂനതയുമില്ല റബ്ബേ. ന്യൂനതകൾ ഞങ്ങൾ മനുഷ്യർക്കാണ്, നിനക്ക് ന്യൂനതയില്ല. അല്ലാഹു ഉറങ്ങുന്നില്ല, അല്ലാഹുവിന് മറവിയില്ല, അല്ലാഹുവിൻ്റെ അറിവ് സർവവ്യാപിയാണ്, അല്ലാമുൽ ഗുയൂബാണ്, എല്ലാറ്റിനും കഴിയുന്ന സർവജ്ഞനായ സർവജ്ഞാനിയായ സർവശക്തനാണ് റബ്ബേ നീ. സുബ്ഹാനക്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. ഇത് 33. പിന്നെ പറയണം മോളെ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് നന്ദി. ഒരു ദിവസം അധ്വാനിച്ച് നമ്മൾ പോയി കിടന്നുറങ്ങാൻ, നമ്മുടെ വീട്ടിൽ നിന്ന് കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമല്ലേ മുഅ്മിനെ? എത്ര രോഗികളുണ്ട് ബാക്ക് പെയിന് കൊണ്ടൊന്ന് ഇരിക്കാൻ കഴിയാത്തവർ. ഡോക്ടർമാർ വരണം അവരെ പിടിച്ചൊന്ന് ഇരുത്തണമെങ്കിൽ. നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ് ഓടണില്ലേ? ബസ് പിടിക്കാൻ വേണ്ടി ഓടണില്ലേ? വിദ്യാനഗർ, ഇവിടെ നേരെ പോയ വിദ്യാനഗർക്ക് എത്തുക അല്ലേ? ഇങ്ങോട്ട് പോയാൽ മധൂർക്ക് പോകും അല്ലേ? പുളിയത്തെടുക്ക വിദ്യാനഗർ. അപ്പോൾ ഹൈവേ ഒന്നും കണ്ടിട്ട് തിരിയില്ല കേട്ടോ, ഒരു അഡ്രസ്സും കിട്ടില്ല. എവിടെയാ തിരിയേണ്ടത്, എവിടെയാ മറിയേണ്ടത്? റോഡൊക്കെ മാറിയില്ലേ? ഇൻഷാ അല്ലാഹ് നല്ലൊരു വലിയൊരു പദ്ധതിയാണ് വരുന്നത്. അത് പെട്ടെന്ന് സാധ്യമാകട്ടെ. നമുക്ക് ദ്വാരക്കാം. മരിക്കേണ്ട മുമ്പൊക്കെ ഒന്ന് കണ്ടു കിട്ടാൻ ആഗ്രഹമല്ലേ? നിങ്ങൾക്കൊക്കെ ആഗ്രഹമല്ലേ? നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴിങ്ങനെ റബ്ബേ ഒരു നല്ല റോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് ഓടിയെത്താമായിരുന്നു. യാത്ര ചെയ്ത് നമ്മൾ മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തണമെങ്കിൽ അത് വഴിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വെച്ചിട്ട് ട്രെയിൻ കയറിയിട്ടപ്പോൾ പോകുന്നത്. അല്ലാതെ ഇവിടെ എത്തൂല, പരിപാടിക്ക് എത്താൻ കഴിയില്ല. അങ്ങനത്തെ ആ അവസ്ഥയിലല്ലേ. വലിയൊരു മാറ്റം, വലിയൊരു നമ്മുടെ മുഖച്ഛായ തന്നെ, നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുക. അപ്പോൾ നമ്മൾ ബസ് പിടിക്കാനും ഇതിലൊക്കെ ഓടുന്നില്ലേ, നടക്കണില്ലേ, നമ്മൾ യാത്ര ചെയ്യുന്നില്ലേ, എന്നിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുകയാണ്. ആ ഒരു സമയം നമ്മൾ അള്ളാഹുവിനോട് എത്ര നന്ദി പറയണം. അന്ന് ഭക്ഷണം കഴിച്ചൂല, ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. എല്ലാവരും ഒരൽപ്പമെങ്കിലും വിശപ്പടക്കാവുന്ന ഭക്ഷണം എല്ലാവരും ആര് കഴിച്ചു? 6 ബില്യൺ ആളുകൾ ഇന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ആലോചിച്ച് നോക്കി. നാളത്തെ ഭക്ഷണം അത് നാളെ കഴിക്കുന്നു. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ മൊത്തം കൃഷി ചെയ്താൽ കേരളക്കാർക്ക് ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം തികയില്ല. അത് എവിടെ നിന്നാണ് ഈ ഭക്ഷണം, ഈ റിസ്ക് വരുന്നത്? എവിടെ നിന്നൊക്കെയാണ് പ്രൊഡക്ഷൻ നൽകുന്നത്? അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹമല്ലേ ഇതൊക്കെ? ഒരു കൂട്ടർക്ക് തോന്നുന്ന കർഷകർ മുഴുവൻ തീരുമാനിച്ചു ഇനി കൃഷി ചെയ്യുന്നില്ല. പട്ടിണിയാവില്ലേ ലോകത്ത് മനുഷ്യന്മാർ? എത്ര രാജ്യങ്ങൾ എക്സ്പോർട്ടുമായി ഇമ്പോർട്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നു വേറെ രാജ്യങ്ങളിൽ നിന്ന്. അവർക്ക് ഭക്ഷണം കിട്ടണം. എത്ര ക്വാണ്ടിറ്റി വെള്ളമാണെന്ന് ആൾക്കാർ ഇന്ന് കുടിച്ചിട്ടുണ്ടാവുക, എത്ര ക്വാണ്ടിറ്റി ഭക്ഷണമാണെന്ന് ചിലവായിട്ടുണ്ടാവുക. യാ അല്ലാഹ്, കിടക്കുമ്പോൾ പറയണ്ടേ അല്ലാഹുവേ നിനക്ക് സ്തുതി. ഫാത്തിമ നിങ്ങൾ പറയണേ അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അൽഹംദുലില്ലാഹ് 33 പറയണേ. പിന്നെ 34 തവണ അല്ലാഹു അക്ബർ. ഇത് ചൊല്ലിയിട്ടേ മോളെ നിങ്ങൾ കിടക്കാവൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനത് ചൊല്ലുമായിരുന്നു. എൻ്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹും ചൊല്ലുമായിരുന്നു.
ജമൽ യുദ്ധം നടക്കുന്ന അന്ന് പോലും അലി റളിയല്ലാഹു അൻഹു മറന്നിട്ടില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് മതി മോളെ, നിങ്ങൾക്ക് വേലക്കാരൊന്നും വേണ്ട. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പോൾ വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേലക്കാരൻ്റെ സ്ഥാനത്താണ് അല്ലേ? ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാലും വാഷിംഗ് മെഷീനും ഗ്രൈൻഡറും മിക്സറും ജ്യൂസറും ഒക്കെ ഒരു പണിയെടുക്കുന്ന ആളെ സ്ഥാനത്തല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന് എത്ര നമ്മൾ നന്ദി ചെയ്യണം. എന്നാലും നമ്മൾ ഇല്ല 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 എന്ന് തന്നെ പറയണത്. ഉള്ളതിനൊരു നന്ദി നമ്മുടെ നാവിന്ന് വരാൻ വലിയ പ്രയാസമാണ്. ഇല്ലല്ലോ എന്ന് ആലോചിക്കണത്. ആശുപത്രി കിടക്കുന്ന ഒരു മുതലാളി കാണും, അയാൾ വിചാരിക്കും റബ്ബേ എൻ്റെ സമ്പത്ത് മുഴുവൻ അവരെടുത്തോട്ടെ, എനിക്കൊന്ന് ഇറങ്ങി നടക്കാനുള്ള ആരോഗ്യം കിട്ടിയാൽ മതിയായിരുന്നു. ആ ഒരാളെപ്പോലെ അബ്ദുൽ മലിക് ബിൻ മർവാൻ, അദ്ദേഹം മരിക്കുമ്പോഴേ ഡ്രസ്സ് അലക്കുന്ന ഒരാളെ കണ്ടു. ധോബി എന്നൊരാളെ പറയാം, ഇവിടെ എന്താ നമ്മൾ പറയാ, അലക്കുന്നല്ലേ ധോബി, വസ്ത്രം അലക്കുന്ന ഒരാൾ. അബ്ദുൽ മലിക് ബിൻ മർവാൻ ചൈന വരെ നീളുന്ന രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരുന്നു. മരിക്കുമ്പോൾ അദ്ദേഹം പറയാ, യാ ലൈതനി കുൻതു ഗസ്സാല. ആ വസ്ത്രമലക്കുന്ന ധോബിയെ പോലെ ഈ അബ്ദുൽ മലിക് ബിൻ മർവാൻ ആയിരുന്നെങ്കിൽ എനിക്ക് രാജാധികാരം വേണ്ട, അവന്റെ ആരോഗ്യം എനിക്ക് തരുമോ പടച്ചോനെ, എനിക്ക് ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു പോകാനാണ്. നമ്മൾ വിചാരിക്കും പൈസയാ വലുത്, പൈസയെക്കാളും ഏറ്റവും വലുതാണ് നമ്മുടെ ആരോഗ്യം. ഇതിനൊക്കെ റബ്ബിനോട് നന്ദി പറയണ്ടേ? മോളെ, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയണേ. ഉറങ്ങുമ്പോൾ 33 സുബ്ഹാനല്ലയും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബറും. നമുക്കത് ചൊല്ലാൻ വല്ല പ്രയാസമുണ്ടോ? ഒന്ന് ചൊല്ലണേ. ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്തേക്ക്, കുട്ടികൾക്കൊക്കെ ചൊല്ലിക്കൊടുക്കുക. ചിലപ്പോൾ അത് ചൊല്ലി പകുതിയാകുമ്പോൾ തന്നെ ഉറങ്ങിപ്പോയി എന്ന് വരും. ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. ചൊല്ലാതെ ഉറങ്ങരുത്. ഇൻഷാ അല്ലാഹ്. തീരുമാനിച്ചില്ലേ? തീരുമാനിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിയട്ടെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മളെ സദസ്സിലേക്ക് നമ്മുടെ സംഘാടകർ നിങ്ങൾ എന്തെങ്കിലും സംഭാവന ചെയ്യണേ എന്ന് പറഞ്ഞ് വരുന്നുണ്ടേ. ഇവിടെ ബക്കറ്റൊന്നുമില്ലേ? ഉണ്ടോ? വരും ഇൻഷാ അല്ലാഹ്. വേഗം ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. നിർത്താനായോ? കുറച്ചും കൂടെ ഇൻഷാ അല്ലാഹ്. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഫ്രഷ് ആവണോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കി, നല്ല റാഹത്തുണ്ടാവും. അൽഹംദുലില്ലാ. ഞങ്ങൾ നേരെ വന്നിട്ടോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയാൽ ഇവിടെ വരാൻ നേരം വൈകുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഭക്ഷണമൊക്കെ ഞാൻ കഴിഞ്ഞിട്ടാക്കാന്ന് പറഞ്ഞ് ഭക്ഷണത്തിന് വെള്ളം കുടിക്കാൻ പോലും നിന്നിട്ടില്ല. എവിടുന്നോ വെള്ളം കുടിച്ചതാ. പക്ഷേ ഈ പരിപാടി നീണ്ടു പോകണ്ട, നിങ്ങളൊക്കെ കുറേ നേരത്തെ വന്നിരിക്കല്ലേ എന്ന് വിചാരിച്ചതാ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. മഹദിമാർ ചരിതം സൃഷ്ടിച്ചെടുത്താണ് നമ്മൾ ചർച്ച ചെയ്ത് നിൽക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവരായിരുന്നു. ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ദാനധർമ്മം, ധർമ്മിഷ്ഠയായിരുന്നു. ഒരു ദിവസം 1,00,000 ദിർഹമാണ് മുആവിയ റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് കൊണ്ടുപോയി കൊടുത്തത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ പൈസ കിട്ടി. അന്ന് മുആവിയ തങ്ങളുടെ ഭരണമാണ്, തങ്ങളുടെയൊക്കെ വഫാത്തിന് ശേഷം. 1,00,000 ദിർഹം. 1,00,000 ദിർഹം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1,00,000 വെള്ളി നാണയമാണത്. അത് മുഴുവൻ ഒന്നുപോലും ബാക്കി വെക്കാതെ ജനങ്ങൾക്ക് ദാനം ചെയ്ത മഹദിയാണ്. അത്രക്ക് ധർമ്മിഷ്ഠയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അന്ന് വൈകുന്നേരമായി നോമ്പുറക്കാണ് ആയിഷ ബീവി. ബരീറ ബീവി റളിയല്ലാഹു അൻഹ, ബരീറ ബീവി ആയിഷ ബീവിയുടെ വീട്ടിലെ ജോലിക്ക് ആയിഷ ബീവിയെ സഹായിക്കുന്ന പെണ്ണാണ് ബരീറ ബീവി. ബരീറ കുട്ടികൾക്ക് പേരിടാൻ പറ്റുമേ, സ്വഹാബിയത്താണ് ബരീറ. അൻതി സ്വായിമ, ഉമ്മ നിങ്ങൾക്ക് നോമ്പല്ലേ ആയിഷ ബീവി, നിങ്ങളതുകൊണ്ട് 1 ദിർഹം കൊണ്ട് ഒരൽപ്പം നിങ്ങൾക്ക് മാംസമോ മറ്റോ നിങ്ങൾക്ക് വാങ്ങിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ലൗ ദക്കർതീനി ലഫഅൽതു, നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു, ഞാനത് മറന്നല്ലോ, എനിക്ക് ഓർമ്മയുണ്ടായില്ല എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കുന്ന ദിവസം പച്ചവെള്ളവും ഈത്തപ്പഴവും മാത്രം തിന്നാനാണ് ആ വീട്ടിലുള്ളത്. ആ വീട്ടിൽ 1,00,000 ദിർഹം എന്ന് വന്നു പോയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ കുട്ടികളെ കെട്ടിക്കാനുള്ള ഇവരെടുത്ത് വെച്ചിട്ടല്ലേ കൊടുക്കുള്ളൂ. അവനവൻ്റെ വീട് പണി തീർത്തിട്ട്
നമ്മുടെ കടം വീട്ടിയിട്ട് നമ്മുടെ ആവശ്യം കഴിച്ചിട്ട് കടം വീട്ടിക്കോളൂ, കുഴപ്പമില്ലേ, കടം വീട്ടിട്ട് മതി ബാക്കി. പക്ഷേ ബീവി റളിയല്ലാഹു അൻഹ അന്നേക്കന്ന് മുഴുവൻ കൊടുത്തു തീർത്ത മഹദിയാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ ഉമ്മു ദർറ എന്നൊരു മഹദിയുണ്ട്. ആ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എപ്പോഴും പോകാറുള്ള മഹദിയാണ്. ഉമ്മു ദർറ ബീവി പറയുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു 2 വലിയ ചാക്കിൽ 1,80,000 ദിർഹം ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് സമ്മാനമായി. നബി തങ്ങളുടെ ഭാര്യയല്ല, ഉമ്മുൽ മുഅ്മിനീനല്ല, ഉമ്മയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉമ്മ എന്നാ വിളിക്കുക. ആയിഷ ബീവിയെ ആണെങ്കിലോ ഉമ്മു അബ്ദില്ല, അബ്ദുല്ലാന്റെ ഉമ്മ എന്ന് അറിയപ്പെടുക. ബീവിക്ക് മക്കളില്ല, പക്ഷെ ജ്യേഷ്ഠത്തിന്റെ മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അവരുടെ പേരിൽ ആയിഷ ബീവി അറിയപ്പെടുക. അബ്ദുല്ലാന്റെ ഉമ്മ ശരിക്കും ആരാണ്? അസ്മാ ബീവിയാണ്. പക്ഷേ ആയിഷ ബീവിയുടെ പേര് അങ്ങനെ, കാരണം ബീവിക്കും വലിയ ഇഷ്ടമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ. 1,80,000 ദിർഹം, ഭയങ്കര സംഖ്യയല്ലേ അതൊക്കെ. ഇന്ന് കിട്ടിയ എത്രയാണ് അതൊക്കെ? 40-50 ലക്ഷം ഉണ്ടാവും. 1,80,000 ദിർഹം ഒരു ദിവസം. മഹദി റളിയല്ലാഹു അൻഹു അന്ന് നോമ്പ് നോറ്റിരിക്കുന്ന ദിവസമാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും ഓഹരി വെച്ച് വീതിച്ചു കൊടുക്കുന്നു. വൈകുന്നേരമായപ്പോൾ ആയിഷ ബീവിയുടെ കയ്യിൽ അതിൽ നിന്ന് 1 ദിർഹം പോലും കയ്യിലില്ല എന്ന് ഉമ്മു ദർറ റളിയല്ലാഹു അൻഹ. ഇതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിന്റെ കൊച്ചുനാളത്തെ വിവാഹത്തെക്കുറിച്ച് പറയുന്നവരെ ബീവിയുടെ ഈ ഒരു ജീവിതം കണ്ടിട്ടുണ്ടാവില്ല. ആയിഷത്തു റളിയല്ലാഹു അൻഹ അന്ന് വൈകുന്നേരമായപ്പോ ഹലുമ്മി ഫുതൂരി, വീട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണിനോട്, പെണ്ണേ എൻ്റെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോ ആ മഹദി കൊണ്ടുവന്നത് ബിഖുബ്സിൻ വസൈത്തിൻ, ഈ ഒരൽപ്പം റൊട്ടിയും പിന്നെ ഒലീവിന്റെ എണ്ണയുമാണ്. അത്രേ ഭക്ഷണമുള്ളൂ, ഒലീവിന്റെ ഓയിലും ഒരു റൊട്ടിയും. അത് കഴിക്കുകയാണ്. അപ്പോഴാണ് ഉമ്മു ദർറ ബീവി ഇവിടെ ഉണ്ട്. ബീവി ചോദിച്ചു, ആയിഷ ബീവി, ഇന്ന് നിങ്ങൾ വിതരണം ചെയ്ത 1,80,000 ദിർഹമിൽ നിന്ന് 1 ദിർഹം നിങ്ങൾക്ക് എടുത്തു വെച്ചുകൂടായിരുന്നോ ഈ നോമ്പ് തുറക്കാൻ, ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ? ബീവി പറഞ്ഞു, ഉമ്മു ദർറ, നിങ്ങൾ എന്നെ ചീത്ത പറയല്ലിൻ, എന്നെ ഞാൻ ചെയ്തത് മോശമാണെന്ന് പറയല്ലിൻ. ഞാനത് അള്ളാഹുവിന് നൽകി കഴിഞ്ഞല്ലോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഓർമ്മിപ്പിച്ചുകൂടായിരുന്നോ? ആ മഹദിയാണ് നമ്മുടെ ഉമ്മയായ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ മറ്റൊരു ഭാര്യയാണ് സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഇതുപോലെ നബി തങ്ങളുടെ അതേ സ്വഭാവമുണ്ടായിരുന്ന ആയിഷ ബീവി പറയുമായിരുന്നു, എന്നോട് മത്സരിക്കാനും കടപിടിക്കാനും പോന്ന നബിയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു പെണ്ണുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, സൈനബ് ബീവിയാണ്, സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹാ. കാനത് ഇംറഅതൻ സ്വന്നാഅതൻ, ബീവി റളിയല്ലാഹു അൻഹ കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി അത് വിൽക്കുന്നവരായിരുന്നു. ആ വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കുന്നത് മോശമല്ല, അവർ പഠിക്കണമെന്നാണ്. ഒരു തൊഴിൽ പഠിക്കുക. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ കൈത്തൊഴിൽ ചെയ്ത് ജീവിച്ചവരാണ്. മഹദി റളിയല്ലാഹു അൻഹ ആ തൊഴിൽ ചെയ്ത് ജീവിച്ച് വിൽക്കുന്ന സാധനങ്ങളുടെ വില കൊണ്ടാണ്, പൈസ കൊണ്ടാണ് ദാനധർമ്മം ചെയ്തിരുന്നത്. വലം അറഖത്തു ഖൈറൻ ഫിദ്ദീനി മിൻ സൈനബ്, സൈനബിനോളം ദീനുള്ള, അച്ചടക്കമുള്ള, അല്ലാഹുവിനെ ഭയമുള്ള, അത്ഖാലില്ലാഹി വഅസ്ദഖ ഹദീഥ, സത്യം മാത്രം പറയുന്ന പെണ്ണാണ് സൈനബ് ബിവി. വഔസല ലിർറഹിമി, കുടുംബ ബന്ധങ്ങളെ ചേർത്തുന്നവരായിരുന്നു. വഅളമ സ്വദഖതൻ, ഒരുപാട് ദാനം ചെയ്യുന്നവരായിരുന്നു സൈനബ് ബിവി എന്ന് പറഞ്ഞതാരാ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അവരാണ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയവർ. ഉലൈക ആബാഇ ഫജ്ഇനി ബിമിത്ലിഹിം ഇദാ ജമഅത്നാ യാ ജരീറുൽ മജാമിഉ. കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയവരുടെ മഹത്വം പറഞ്ഞ് മേന്മ നടിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ നമ്മുടെ മഹദിമാർ,
അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ്, കുടുംബബന്ധം ചേർത്തിയവരാണ്, ദാനധർമ്മം ചെയ്തവരാണ്, സത്യം മാത്രം പറഞ്ഞവരാണ്. സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹാ, അവർക്ക് പൈസ വേണ്ടിയിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ഭരണം നടത്തിയ രണ്ടാമത്തെ ഖലീഫ, അമീറുൽ മുഅ്മിനീൻ, ഷഹീദുൽ മെഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹദി റളിയല്ലാഹു അൻഹ സൈനബ് ബീവിക്ക് ഒരൽപ്പം സമ്മാനം കൊണ്ടുപോയി കൊടുത്തത് വലിയൊരു സംഖ്യയാണ്, വലിയൊരു സംഖ്യ. മഹദി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഗഫറല്ലാഹു ലിഉമർ, ഉമറിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, ഈ സമ്പത്ത് മുഴുവനും എനിക്ക് കൊടുത്തയച്ചതാണോ. 12,000 ദിർഹം ഉണ്ടായിരുന്നു. അത് 12,000 ദിർഹം സൈനബ് ബീവിക്ക് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. ഉസ്താദുമാരൊക്കെ വഫാത്താകുമ്പോൾ നമുക്ക് ദീനിന് സേവനം ചെയ്ത മഹത്തുക്കൾ, അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം പള്ളിക്കമ്മിറ്റിയുടെ വക, നാട്ടുകാരുടെ വക, ആലിമീങ്ങളുടെ വീട്ടുകാർ, അവരുടെ വാപ്പ, അവരുടെ ഭർത്താവ് ദീനിന് ഖിദ്മത്ത് ചെയ്ത ആളല്ലേ, ആ കുടുംബത്തെ നോക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടെന്നാണ് ഉമർ തങ്ങൾ അതുകൊണ്ടായി കൊടുത്തേക്കണത്. ഹബീബിന്റെ ഭാര്യയാണ് സൈനബ് റളിയല്ലാഹു അൻഹ. 12,000 ദിർഹം കൊണ്ടുപോയി കൊടുത്തു. മഹദി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഒരു തുണി കൊണ്ടുവരൂ. ആ തുണിയിൽ ഇതെല്ലാം ചൊരിഞ്ഞു. അപ്പോ ബീവിയെ സഹായിക്കാൻ അവിടെയുള്ള ഒരു പെണ്ണാണ് ബർസ ബീവി റളിയല്ലാഹു അൻഹ. ബർസ നല്ലൊരു മഹദിയുടെ പേരാണ്. പെൺകുട്ടിയൊക്കെ കുറെ പേരിന്ന് കിട്ടൂട്ടോ, അങ്ങനെ എഴുതിച്ചോളി, ഞാൻ മറന്നുപോയേ, നിങ്ങൾ വേണമെങ്കിൽ എഴുതിച്ചോളൂ. ബർസ ബീവി റളിയല്ലാഹു അൻഹ, ബർസ ബീവി റളിയല്ലാഹു തആല അൻഹ. ഉസ്മാനെ എഴുതി വെച്ചോട്ടോ, ഇടക്കിടക്ക് ഉസ്താദെ പെൺകുഞ്ഞിൻ്റെ പേര് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വിടുന്ന ആളാണ്. അപ്പോൾ എഴുതി വെച്ചോട്ടെ ഇപ്പം തന്നെ. നമ്മളെ ബഷീർ കട വന്നിട്ടുണ്ട്, ഇരിക്കുന്നുണ്ട്. നമ്മളെ ദുബൈയിലെ പഴയ കാലത്തെ സുഹൃത്താണ്. മാഷാ അല്ലാഹ്. വേറെയും നമ്മുടെ അബുദാബിയിലെ ദുബൈയിലെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ പരിസരത്തിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. കുറേ ആളുകളുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ബർസ ബീവി റളിയല്ലാഹു അൻഹ സൈനബ് റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇത് ഓഹരി വെക്കാണ്. അങ്ങനെ ബീവി റളിയല്ലാഹു അൻഹ ഒരു തുണിയിൽ വന്നിട്ട് അതിൽ ചൊരിയാൻ വേണ്ടി പറഞ്ഞു. 12,000 ദിർഹം, 12,000 കോയിനുകളാണത്, 12,000 കോയിനുകൾ. എന്നിട്ട് ബീവി അതിൻ്റെ മീതെ ഒരു തുണി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ബർസ നിങ്ങളുടെ കൈയിട്ടിട്ടൊരു പിടി അങ്ങ് വാരൂ, അത് ഇവിടെ കൊണ്ടുപോയി കൊടുക്കും. അടുത്ത പിടി ഈ വീട്ടുകാർക്ക്, അടുത്തത് ഇങ്ങോട്ട്, അങ്ങനെ എല്ലാം ഇങ്ങോട്ട് കൊടുത്തു തീർത്തപ്പോ ബർസ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമ്മാ സൈനബ് ബീവി, ഞാനും ഒരുപാട് കടമുള്ള ആളാണ്. മഹദി പറയാ, എനിക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ, എനിക്കും എന്തെങ്കിലും ഇതിൽ നിന്ന് മിച്ചമുണ്ടോ, എനിക്ക് തരാനുണ്ടോ? ബീവി പറഞ്ഞു, മോളെ നീ പറയണ്ടേ, എല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ. അങ്ങനെ തുണിയെടുത്ത് കൊട്ടാൻ വേണ്ടി പറഞ്ഞു. തുണിയെടുത്ത് കൊട്ടി നോക്കുമ്പോൾ അതിൻ്റെ താഴെ 85 ദിർഹം ഉണ്ടായിരുന്നു, 85 നാണയങ്ങൾ. അത് നീ എടുത്തോ എന്ന് പറഞ്ഞു ബീവി. ഒരു പൈസ പോലും എടുത്തില്ല എന്ന് മാത്രമല്ല, സൈനബ് റളിയല്ലാഹു ദുആ ചെയ്തു, അല്ലാഹുവേ ഇനിയൊരു തവണ ഉമറിന്റെ ദാനം, ഉമർ റളിയല്ലാഹു ഇനിയൊരു തവണ എനിക്ക് ഈ പൈസ കിട്ടുന്നതിൻ്റെ മുമ്പ് എന്നെ നീ മരിപ്പിച്ചേക്കണമേ എന്ന് ദുആ ചെയ്ത പെണ്ണാണ്, മഹദിയാണ് സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ എന്ന നമ്മുടെ ഹബീബിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മയാണത്. അല്ലാഹുവിലേക്ക് കൈയുയർത്തിയിട്ട് പറയുന്നു, അല്ലാഹുമ്മ ലാ യുദ്രിഖിനി അതാഉ ഉമറിൻ ബഅദ ആമി ഹാദാ. പറഞ്ഞ പോലെ അടുത്ത കൊല്ലം മഹദി മരിക്കുകയും ചെയ്തു റളിയല്ലാഹു അൻഹ. അത്രമേൽ പൈസയ്ക്ക് വേണ്ടി ജീവിച്ചവരല്ല. എത്രയോ ഭാര്യമാർ, എനിക്ക് കാസർഗോഡ് ജില്ലയിലെ ഒരു കഥ എനിക്കറിയാം. ഞാൻ അറിയുന്നൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് പൊട്ടിയപ്പോൾ അമ്മോശം പറഞ്ഞു, എന്നാ എൻ്റെ മകളെ നീ തൊലാക്ക് ചൊല്ലി തന്നക്ക്, നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ വിടുന്നില്ല. എന്തൊരു സങ്കടാണ്. നല്ല പൈസക്കാരനായിരുന്നു കല്യാണം കഴിച്ചപ്പോൾ, ചെറുപ്പക്കാരനാണ്, ഈ പുതിയാപ്പിള ചെറുപ്പക്കാരൻ. എനിക്ക് 35 വയസ്സൊക്കെ ആവുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ നല്ല സമ്പത്തുണ്ട്, അറിവുണ്ട്, ഇൽമുണ്ട്, ദീൻ പഠിച്ച ആളാണ്, കച്ചവടക്കാരൻ ആണ്. അങ്ങനെ വിവാഹമോചനം നടന്നു എന്നതാണ് ഇതിൻ്റെ സങ്കടം. മോചനം നടന്നു. ഇപ്പോൾ ഏതായാലും ഒരു അകന്നാ ജീവിക്കുന്നത്. തുലാക്കായിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന് കാരണം പറഞ്ഞത് ഇതാ, ബിസിനസ് പൊട്ടിയില്ലേ, അതുകൊണ്ട് നമ്മളെ കൂടെ ഇങ്ങനെ കെടാപിടിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് പോയില്ലേ. ഇപ്പോൾ ആള് താഴെയല്ലേ, ഞങ്ങൾ മേലല്ലേ. ആര്? പെണ്ണിൻ്റെ വാപ്പയും വീട്ടുകാരും.
ഇപ്പോൾ അദ്ദേഹം നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് ദുബൈയിൽ വലിയൊരു ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്കൊരു വാശിയായി, എന്നാൽ അമ്മോഷനെ കാട്ടിക്കൊടുക്കണമല്ലോ. ഞാൻ മിസ്കീനായതുകൊണ്ടല്ല ഇപ്പോൾ ഈ വിവാഹബന്ധം വരെ മുറിച്ചു മാറ്റിയത്. അള്ളാഹു ബർക്കത്ത് കൊടുത്തു, വലിയ കച്ചവടം നടക്കുന്നുണ്ട്. ഇനി പഴയ കുടുംബം തിരിച്ചെടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ലേ, പക്ഷെ ഞാൻ പറയാം, ഇതൊരു വല്ലാത്ത ദുരന്തമല്ലേ. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് ഈ പൈസ എന്ന് പറഞ്ഞാൽ വരും പോകും. നമ്മുടെ മനസ്സും നമ്മുടെ സ്നേഹവും നമ്മൾ ചേർക്കുന്നതും ഇതല്ലേ മനുഷ്യത്വം? പൈസയാണോ ജീവിതം എന്ന് പറഞ്ഞാൽ? ഭർത്താക്കന്മാരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നല്ല സ്വഭാവമുള്ള കുടുംബം, പറിച്ചങ്ങ് തീർന്നോ പിന്നെ പെണ്ണുങ്ങളുടെ സ്വഭാവം മാറും. ഗൾഫിലാണെങ്കിൽ പറയും അങ്ങോട്ട് പോരി, നമുക്ക് ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യം കഞ്ഞി കുടിച്ച് ജീവിക്കുക, അങ്ങോട്ട് വരി, നമുക്ക് ഒരുമിച്ച് ജീവിക്കല്ലേ. ആ പഞ്ചാര വർത്താനം കേട്ട് വൃത്താവങ്ങാൻ ഇവിടെ വന്ന് നിന്നു. ഗതികേട് കൊണ്ട് ഒരു ജോലിയും കിട്ടാതെ നടന്നാൽ ആരെങ്ങളോട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കും. അവൾ തന്നെ നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോയി വല്ല പൈസ ഉണ്ടാക്കി വന്നൂടെ മനുഷ്യ, എവിടെ ഇരുന്നിട്ട് എന്താ കാര്യം, മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട്. അവൾ എന്നെ പറഞ്ഞത് ഇങ്ങോട്ട് പോരി, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. പട്ടിണിയാണെങ്കിൽ പട്ടിണി, പിന്നെ അതൊക്കെ മറക്കും മനുഷ്യൻ. മനുഷ്യൻ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, ഖുർആൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. പിന്നെ പറഞ്ഞു ലഖനൂദ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ്, മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ്. നമ്മൾ അങ്ങനെയൊന്നും ആവരുതേ എന്ന് പറയാണ്. മഹദിയായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ നമ്മൾ അറിയണം. മഹച്ചരിത്രം രചിച്ച മഹദിമാരിൽ ഒരാൾ. ഇതാരുടെ മോളാണെന്നറിയുമോ? ആരെക്കുറിച്ചാണോ പ്രവാചകർ പറഞ്ഞത്? ഉമറേ, നിങ്ങളൊരു വഴിയിലൂടെ വരുന്നു എന്നിരിക്കട്ടെ, പിശാച്ച് ആ വഴിയിലൂടെ നിങ്ങൾക്ക് എതിർമുഖാമുഖം വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടാൽ പിശാച്ച് വഴിമാറിപ്പോകും. നിങ്ങളെ കാണുന്നത് പോലും പിശാച്ചിന് പേടിയാണെന്ന് ഏതൊരാളെ കുറിച്ചാണോ നബി തങ്ങൾ പറഞ്ഞത്, അവരുടെ മോളാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോള്. ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹയും അല്ലാഹുവിന്റെ റസൂലും തമ്മിൽ കുടുംബജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ട് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചൊല്ലുന്നിടത്തേക്ക് വിഷയമെത്തി. ഉമർ റളിയല്ലാഹു തആല അൻഹു തലയിൽ മണ്ണ് വാരിയിട്ടിട്ട് മദീനയിലൂടെ നടന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് നഷ്ടം വന്നല്ലോ, എൻ്റെ മോളുടെ ജീവിതം നഷ്ടമായല്ലോ. മാ അസ്ബഹല്ലാഹു യുബാലി ബി ഉമർ വലാ ബിബിനതി ഉമർ. ഹഫ്സ ബീവി നബി ത്വലാഖ് ചൊല്ലുമെന്നാണ് വിഷയമെത്തിയത്. പിന്നെ എന്ത് വേണം? നബിതങ്ങൾ ഉമർ തങ്ങൾ എപ്പോഴും പറയൂട്ടോ, കല്യാണം കഴിച്ചു കൊടുത്തു നബിതങ്ങൾക്ക്. നബിതങ്ങളുടെ അമ്മോശന ഉമർ റളിയല്ലാഹു അൻഹു, നബിതങ്ങളുടെ അമ്മോശന സിദ്ദീഖ് എന്നവര്, നബിതങ്ങളുടെ പുതിയാപ്പിളയ ഉമർ എന്നവര്, ഉസ്മാൻ എന്നവര്, നബിതങ്ങളുടെ പുതിയാപ്പിളയാണ് അലി എന്നവര് റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഉമർ തങ്ങൾ പറയും, ഹഫ്സ ബീവി, ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് കൊഞ്ചുന്ന പോലെ ഹഫ്സ നിങ്ങൾ കൊഞ്ചിക്കൊഴയാൻ നിൽക്കരുതേ. ആയിഷ ബീവി ഇച്ചിരി സ്വാതന്ത്ര്യമെടുത്ത് നബിയോട് പലതും പറയും. ആയിഷ ബീവി പറയുന്ന പോലെ വാക്കിന് ഉത്തരം. ആയിഷ ബീവി അങ്ങനെ തങ്ങളോട് പലതും പറയും, ഒന്നും വിഷമായിട്ടല്ല. പക്ഷെ ബീവി ആ ഒരു ഫ്രീഡം കാണിക്കും. ഞാൻ ഇപ്പം നിങ്ങൾ വരുമ്പോൾ ഏതൊരു ബൈക്ക് പോലെ ചക്കൻ പോകുന്നത് കണ്ടു, എൻ്റെ ബാക്കിൽ ബോൺ ടു ബി ഫ്രീ എന്നാണ് എഴുതിയത്. അങ്ങ് ആലോചിച്ചു, ടീഷർട്ടിന്റെ ബാക്കിൽ എഴുതി കൊടുത്തത് ബോൺ ടു ബി ഫ്രീ, സ്വതന്ത്രനാവാൻ വേണ്ടി ജനിച്ച ആളാണ്. എന്താണ് അവ ഉദ്ദേശിച്ചത്? സ്കൂളിൽ പോകുന്നുണ്ടാവില്ല ചിലപ്പോൾ. ഞാൻ സ്വതന്ത്രം എന്ന് പറഞ്ഞ് നടക്കുകയായിരിക്കും ചിലപ്പോൾ. എനിക്ക് ഒരു നിയമവും വേണ്ട, ഞാൻ ഔട്ട്ലോ, അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് നിയമമൊന്നും ബാധകമല്ല, അങ്ങനത്തെ ആൾ. ബോൺ ടു ബി ഫ്രീ, ഫ്രീഡം കിട്ടാൻ വേണ്ടി ജനിച്ചതാണ്. ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ, പാവം. പക്ഷെ അവൻ്റെ ടീഷർട്ടിന്റെ ബാക്കിൽ മുമ്പിൽ ആരോ ഓടിക്കുന്നുണ്ട്, ബാക്കിൽ ഈ കുട്ടി ഇരിക്കുകയാണ്. അപ്പോൾ ടീഷർട്ടിന്റെ ബാക്കിൽ കണ്ടതാ. കോഴിക്കോട് ജില്ലയിൽ എവിടെയാണെന്ന് കണ്ടത്. ഏതായിരിക്കട്ടെ, ആ ക്യാപ്ഷൻസ് ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ചില ഫ്രീഡം എന്ന് പറയുന്നത് ഡേഞ്ചറാണ്. അവർക്ക് അറിയാത്തത് കൊണ്ടാണ് എന്തായി ഫ്രീഡം. നമ്മളിപ്പോൾ ഇവിടെ തോന്നിയ പോലെ വണ്ടി ഓടിക്കാം, റൈറ്റ് ടു ലെഫ്റ്റ് ഒന്നും നോക്കണ്ട, സൈഡ് കൊടുക്കണ്ട, സിഗ്നൽ ഇടണ്ട, റെഡ് സിഗ്നൽ നിർത്തണ്ട, നമ്മളൊക്കെ ഫ്രീഡം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റോഡിൻ്റെ അവസ്ഥ? അവിടെ മരണമല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഫ്രീഡം ആസ്വദിക്കാൻ നിന്നാൽ ഒരു നിയമം വരുന്നൊരു സ്ട്രക്ചറാണ്, ഒരു ഓർഗനൈസേഷനാണ്. നല്ലതാണ്. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇച്ചിരി ഫ്രീഡം, അവിടെ നിന്ന് നമ്മൾ ആലോചിച്ചു പോയത്. ആയിഷ റളിയല്ലാഹു അൻഹ ഇച്ചിരി സ്വാതന്ത്ര്യം എടുത്ത് നബി തങ്ങളോട് പെരുമാറും. അപ്പൊ അന്ന് രാത്രി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വിരിപ്പിൽ കിടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ആയിഷ ബീവിക്ക് ഒരു സംശയം. അപ്പൊ നബി എങ്ങനെ തപ്പി നോക്കുക. അപ്പൊ രാത്രി ഇരുട്ടാണ്, അന്ന് വെളിച്ചല്ല, കല്ലൊക്കെ ഉരസിയിട്ട് വേണം കത്തിക്കാൻ.
ലൈറ്റും ഇതൊന്നും സ്വിച്ചൊന്നും ഇല്ലല്ലോ. അപ്പൊ ആയിഷ ബീവിക്ക് സംശയം, നബി വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയോ, തൊട്ടപ്പുറത്ത് നബി തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് പോയോ എന്ന് സംശയം. അങ്ങനെ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾ ഇങ്ങനെ തപ്പി നോക്കുകയാണ്. തപ്പി നോക്കുമ്പോൾ നബിയുടെ കണ്ണിൽ, മുഖത്താണ് ആയിഷ ബീവിന്റെ കൈ തട്ടിയത്. അപ്പൊ തങ്ങൾ ഉണർന്നു. സ്വല്ലല്ലാഹു, തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ തപ്പല് കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ നിങ്ങളുടെ ശൈത്താങ്ങളുടെ അടുത്ത് വന്നല്ലേ എന്ന് പറഞ്ഞാല് നബി പോയിക്കണെന്ന് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലാരോ പറഞ്ഞെന്നല്ലേ, അതല്ല ഇപ്പൊ ഈ തപ്പലെന്നാ നബി തങ്ങൾ ഉറക്കത്തിനായി ചോദിക്കുന്നത്. അപ്പൊ ആയിഷ ബീവി ഉറക്കത്തിൽ ഇങ്ങോട്ട്, അമാലൊക്കെ ഷൈത്താൻ, നിങ്ങൾക്ക് ഷൈത്താനൊന്നും ഇല്ലേ നബിയെ, ഇതൊക്കെ ആയിഷ ബീവി ചോദിക്കും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, പല ഉണ്ട്, പക്ഷെ എന്റെ ഷൈത്താൻ വലാകിന്നഹു അസ്ലം വൻ മുസ്ലിമാൻ ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ തിന്മ എന്നോട് അവൻ കൽപ്പിക്കൂല, എന്റെ കൂടെയുള്ള ആൾ മുസ്ലിമായിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ച് ചോദിച്ചതാണ് ഇതിലെ കൗതുകം. ആയിഷ ബീവി നിങ്ങളെ ഷൈത്താൻ അടുത്തേക്ക് വന്നല്ലേ, അപ്പൊ അമാലൊക്കെ ഷൈത്താൻ, നിങ്ങൾക്ക് ഷൈത്താനല്ലേ നബിയെ, വേറെ വല്ലവരും ആണെങ്കിൽ വീട്ടു കൊണ്ടാക്കിയിട്ടുണ്ടാവും ഇമാര് മറുപടിയൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഹബീബായ നബി അതൊക്കെ വിശാല മനസ്സോടുകൂടെ സ്വീകരിക്കും. ആ ഒരു ഫ്രീഡം, സ്വന്തം ഭാര്യയല്ലേ പറയണത്, ശരി സ്വാതന്ത്ര്യം. ഉമർ തങ്ങൾ പറയും, ഹഫ്സ ബീവി എന്റെ മോളെ ഹഫ്സ, ആയിഷ ബീവി ഈ കളിക്കണ പോലെ നീ കളിക്കാൻ നിൽക്കരുത്, അള്ളാഹുവിന്റെ റസൂലിന് നിന്റെ സ്വഭാവം പിടിച്ചില്ലെങ്കിൽ നിന്നെ ത്വലാഖ് ചൊല്ലും, പിന്നെ നിനക്ക് ദുന്യാവ് ഉണ്ടാവില്ല, ആഖിറ ഉണ്ടാവില്ല. ഇത് ഇടക്കിടക്ക് നബി തങ്ങളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മോഷനാണ് ആര്, ഉമർ റളിയല്ലാഹു അൻഹു. കൂട്ടത്ത് പറയാണ്, മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഇത്ര പവൻ കൊടുത്തു, ഞാൻ ഇത്രയൊക്കെ ചെലവാക്കിയോളെ കെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്ന് കാലം കഴിക്കേണ്ട, ആ വീട്ടിൽ സുഖം തന്നെയാണോ, ഇവർ നല്ല നിലക്കാണോ, റാഹത്ത് തന്നെയാണോ ജീവിക്കണത്, അവർ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പിണക്കുണ്ടോ, നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുന്ന വല്ല പ്രശ്നങ്ങളും അവിടെ ഉണ്ടോ, ഇതൊക്കെ ഒന്ന് നോക്കലും കൂടെ അമ്മോഷന്മാർക്ക് മരിക്കണവരെ ബാധ്യതയാണ് കേട്ടോ. കല്യാണം കഴിച്ചങ്ങ് വിട്ടാൽ തീർന്നു, ഇനി ഒന്നും എന്നോട് ചോദിക്കേണ്ട, ഞാൻ തരാമല്ലോ ഒക്കെ തന്നില്ലേ, ഇതെന്താ കച്ചവടാ? നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ കല്യാണം കഴിഞ്ഞ് ചെന്നിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെണ്ണിന്റെ വാപ്പയും ചെറുക്കന്റെ വാപ്പയും അവര് സമാധാനപരമായ ഒരു പരിഹാരം കാണണം. ഒരു ചെറുപ്പക്കാരല്ലേ, എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും, ചെയ്തെന്ന് വരും. പക്ഷേ അമ്മോഷന്മാരെ ഇടപെടണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഉമർ തങ്ങൾ ഇടക്കിടക്ക് പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. നബി തങ്ങൾ ഇടപെടാറുണ്ട് ഫാത്തിമ ബീവിയുടെ വിഷയത്തിൽ. അലി തങ്ങൾ ഒരിക്കൽ ദേഷ്യപ്പെട്ട് ഫാത്തിമ ബീവിയെ ദേഷ്യപ്പെട്ട് ബഹുമാനപ്പെട്ടവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ നബിതങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ നബിതങ്ങൾ ചോദിച്ചു, അയിന അലി, അലി എവിടെ ഫാത്തിമ? പറഞ്ഞു, നബി എന്നോട് ചൂടായി പോയതാ, എവിടെ പോയതെന്ന് അറിയുന്നില്ല. അപ്പൊ നബിതങ്ങൾ അങ്ങാടി പോയി, അവിടെ കാണുന്നില്ല, എങ്ങനെ നോക്കിയിട്ടും അലി ആരെ കാണുന്നില്ല റളിയല്ലാഹു അൻഹു. അപ്പണ്ട് ഒരു മസ്ജിദിന്റെ മൂലയിൽ, അന്ന് പള്ളീൻ്റെ ഉള്ളിലൊക്കെ മണലാണല്ലോ, കാർപ്പറ്റൊന്നും ഇല്ലല്ലോ, അവിടെ ഇങ്ങനെ മണ്ണിൽ കിടക്കുന്നുണ്ട് അലി റളിയല്ലാഹു. അപ്പൊ മുഖത്തൊക്കെ മണ്ണുണ്ട്, നെറ്റിയിലൊക്കെ. അപ്പോൾ ടെൻഷൻ അടിച്ചപ്പം പോയതാ പള്ളി കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നബി തങ്ങൾ അലിയാരുടെ നെറ്റിയിലിങ്ങനെ തടവിയിട്ട് പറയുന്നുണ്ട്, യാ അബാ തുറാബ്, മണ്ണ് പുരണ്ട് കിടക്കുന്ന ആളെ എന്നാണ് വാക്കിനർത്ഥം. മണ്ണിന്റെ വാപ്പാന്ന വാക്ക് തോന്നുക, പക്ഷെ മണ്ണ് പുരണ്ട് കിടക്കുന്ന ആളെ എന്നാ അതിന്റെ ആശയം. യാ അബാ തുറാബ് ഖും യാ അബാ തുറാബ്, എഴുന്നേൽക്കീൻ അലിയാരെ എന്ന് പറയണു. അബാ തുറാബ്, മണ്ണിൽ ഒന്ന് കിടക്കുക അല്ലേ, അലിയെ എഴുന്നേൽക്കി, എന്താ പ്രശ്നം? ഒന്നുമില്ല നബിയെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല നബിയെ. എന്നാ വരെ നമുക്ക് പോവാ. അലി തങ്ങൾ പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് പിന്നെ അബാ തുറാബ് എന്നായിരുന്നു. അലി തങ്ങളെ ആരെങ്കിലും അബൂ തുറാബ് എന്ന് വിളിച്ചാൽ ഭയങ്കര ഇഷ്ട. അതെന്തേ? ആ പിണക്കമുണ്ടായ ദിവസം പിണക്കം തീർക്കാൻ വേണ്ടി വന്ന അമ്മോഷൻ പുണ്യനബി വിളിച്ച പേരാണത്, അബൂ തുറാബ്. മണ്ണിന്റെ വാപ്പാന്ന വാക്ക്, മണ്ണ് പുരണ്ട് കിടക്കുന്ന ആളെ. അലി തങ്ങൾക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു. നബി തങ്ങളിട്ട പേരാ അബൂ തുറാബ് എന്ന് പറയാൻ. തങ്ങൾ ഇടപെടുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഇടപെടാതിരുന്നാൽ വലിയ പ്രശ്നമായി പൊട്ടിത്തെറി എത്തുമ്പോഴാണ് വീട്ടുകാരറിയുക. പിന്നെ ഒരു രക്ഷയില്ല, അത് കുറെ കാലായോലോ അവർ തമ്മിലെ പ്രശ്നം തുടങ്ങിയിട്ട് എന്ന് പറയും. അപ്പൊ ഇത്രയും കാലം നമ്മൾ അറിഞ്ഞില്ലേ അതൊന്നും. അപ്പൊ ഇടപെടണം. ഹഫ്സ റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചൊല്ലാൻ നബി തങ്ങൾ തീരുമാനിച്ചൊരു സമയം ഉമർ തങ്ങൾ അങ്ങോട്ട് വിഷമിച്ചു. തലയിലേക്ക് മണ്ണ് വാരിയിട്ടു. ആലോചിച്ച് നോക്കി, ഉമർ എന്നവര് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. തലയിലേക്ക് മണ്ണ് വാരി എറിഞ്ഞിട്ട് മദീനയുടെ അങ്ങാടികളിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോയിട്ട് പറയുകയാണ്, മാ അസ്ബഹല്ലാഹു യുബാലി ബിഉമർ വലാ ബിബിനതി ഉമർ. അല്ലാഹുവിന് ഉമറിനെയും ഉമറിന്റെ മോളെയും വേണ്ടേ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് മദീനയിലൂടെ നടന്നിട്ടുണ്ട്. അല്ലാഹുവിന് ഉമറിനെ വേണ്ടേ, ഉമറിന്റെ മോളെയും അള്ളാഹ്ക്ക് പ്രശ്നമല്ലേ, അള്ളാഹു എന്താണ് ഉമറിനെയും ഉമറിന്റെ മോളുടെയും വിഷയം നോക്കാത്തത് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു തലയിൽ മണ്ണ് വാരി എറിഞ്ഞിട്ട് നടന്നിട്ടുണ്ട്.
അപ്പോഴാണ് വഹി വരുന്നത്, നബിയേ ഇന്നല്ലാഹ യഅ്മുറുക അൻ തുറാജിഅ ഹഫ്സ ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ വഇന്നഹാ സൗജതുക ഫിൽ ജന്ന. നബിയേ, ഹഫ്സയെ നിങ്ങൾ തിരിച്ചെടുക്കണമേ, ഹഫ്സയെ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കണമേ. കാരണം ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, അങ്ങയോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരൊരുപാട് നിസ്കരിക്കുന്നവരാണ്, അവരൊരുപാട് നോമ്പെടുക്കുന്നവരാണ്. വഇന്നഹാ സൗജതുക ഫിൽ ജന്ന, അങ്ങയുടെ സ്വർഗത്തിലെ സഹധർമ്മിണിയാണ്, അങ്ങയുടെ സ്വർഗത്തിലെ ഭാര്യയാണ് ഹഫ്സ എന്ന് പറഞ്ഞ് ഹഫ്സ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പറഞ്ഞത്, ചെറുപ്പക്കാരിയാണെങ്കിലും ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്നവർ. റമദാൻ നോമ്പെടുക്കുന്നവർക്ക് സവ്വാമ എന്നും പറയില്ല, എല്ലാവരും എടുക്കണമല്ലേ നോമ്പ്, റമദാൻ നോമ്പ്. റമദാൻ അല്ലാത്ത സമയത്ത് സുന്നത്തായ നോമ്പുകൾ ധാരാളം എടുത്തിരുന്നവരാണ് മഹദിയായ ഹഫ്സ ബീവി. ഖവ്വാമ, രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിനെ നിസ്കരിക്കുന്നവരാണ്, പ്രാർത്ഥനയിൽ മുഴുകുന്നവരാണ്, ആരാധന ചെയ്യുന്നവരാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. മൊബൈലും പിടിച്ചിരിക്കല്ല, യൂട്യൂബും കണ്ടിരിക്കല്ല, അനാവശ്യമായ ചാറ്റിങ്ങിലല്ല, പിന്നെയോ അല്ലാഹുമായുള്ള കണക്ഷൻ, അല്ലാഹുമായുള്ള കണക്ടിവിറ്റി സുദൃഢമാക്കുന്ന പണിയാണ് മഹദിയായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹക്ക്. അതുകാരണം നബിയെ, ഹഫ്സ ബീവിയെ നിങ്ങൾ തിരിച്ചെടുക്കണമേ എന്ന് അല്ലാഹു കാരണം പറഞ്ഞത്. അവർ നിസ്കരിക്കുന്നവരാണ്, ധാരാളം നോമ്പെടുക്കുന്നവരാണ്. അത് കാരണം അവർ അങ്ങയുടെ സ്വർഗത്തിലെ ഭാര്യയാണ് നബിയെ എന്ന് അഷ്റഫുൽ ഖൽക്കിന് വേണ്ടി അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഇത് മാതൃകയാണ്. പെണ്ണുങ്ങളെ, വെറുതെ ഫോണും പിടിച്ചിരുന്ന് അനാവശ്യ വർത്തമാനം പറഞ്ഞ സമയം കളയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയുണ്ട്, ലോകപ്രസിദ്ധയായ മഹദിയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ ഉമ്മയാണത്. ഉർവത്ത് ഇബ്നു സുബൈർ എന്നവരുടെ ഉമ്മ മുസ്അബ് ഇബ്നു സുബൈർ, മുസ്അബ് ഇബ്നു ഉമൈർ എന്നവരുണ്ട്, മുസ്അബ് ഇബ്നു സുബൈർ ഉണ്ട്. അവരുടെയൊക്കെ ഉമ്മയാണ് സിദ്ദീഖ് എന്നവരുടെ മോള്. ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയാണ് അസ്മാഉ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ. അസ്മാഉ ബിൻത് അബീ ബക്കർ കയ്യിൽ കിട്ടുന്നത് മുഴുവനും സ്വന്തം അനുജത്തിയെ പോലെ ആയിഷ ബീവിയെ പോലെ സ്വതക്ക ചെയ്തിരുന്ന മഹദി. പക്ഷെ ആയിഷ ബീവിയുടെയും അസ്മാ ബീവിയുടെയും ഉമ്മ രണ്ടാണ്, രണ്ട് ഉമ്മമാരാണ്. പക്ഷെ വാപ്പ ഒന്നാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാ റഅയ്തു ഇംറഅതൈനി ഖത്തു അജ്വദ മിൻ ആയിഷ വ അസ്മാ. അസ്മാ ബീവിയെക്കാളും ആയിഷ ബീവിയെക്കാളും നന്നായി ദാനം ചെയ്യുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണ്. അത്രയും ആയിഷ ബീവിയുടെ പ്രത്യേകത, കുറച്ച് പൈസ കിട്ടിയാൽ അത് ഇങ്ങനെ ഒരു സംഖ്യയാവണ വരെ ആയിഷ ബീവി ഒരുമിച്ച് കൂട്ടും. വലിയൊരു സംഖ്യയായാൽ അങ്ങോട്ട് കൊടുത്തു ഒഴിവാക്കും. പാവപ്പെട്ടവരെ കണ്ടാൽ കൊടുക്കും. അസ്മാ ബീവി അങ്ങനെയല്ല, കിട്ടുന്നത് അപ്പോൾ തന്നെ കൊടുത്തു കൂട്ടും. എത്രയാണോ കിട്ടുന്നത് അത് അങ്ങനെ അങ്ങ് കൊടുത്തു കൂട്ടും. യാ അല്ലാഹ്. 5000 മുതൽ 6000 വരെ പൈസ മഹാനായ സിദ്ദീഖ് എന്നവരുടെ മോള് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ 6000 ദിർഹം അവരുടെ കയ്യിലേക്ക് വന്നത് മുഴുവൻ ഒരു ദിവസം ചെലവഴിച്ച ചരിത്രമുണ്ട്. അത്രേ വന്നുള്ളൂ, അങ്ങ് കൊടുത്തു. അസ്മാ റളിയല്ലാഹു അൻഹ അവർക്കെന്തെങ്കിലും ഒരു രോഗം വന്നാൽ അസ്മാ ബീവി ചെയ്യുന്നത് ആദ്യം, അന്ന് അടിമകളുണ്ട്, അടിമച്ചന്തയുണ്ട്, അടിമകളെ പോയി മോചിപ്പിക്കും, അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കും. ഒരടിമയെ വാങ്ങിക്കണമെങ്കിൽ മിനിമം 40,000 50,000 ദിർഹം കൊടുക്കണം. അതങ്ങ് ഫ്രീ ആയിട്ട് അവരെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ ജോലി എടുക്കാനാ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനാ അന്നത്തെ കാലം അതാ. പക്ഷെ അസ്മാ ബീവി ചെയ്യ എന്താണെന്നറിയോ, അവരെ പൈസ കൊടുത്ത് വാങ്ങിക്കും, എന്നിട്ട് പറയും നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നു, പടച്ചവനെ ഉദ്ദേശിച്ച്, നീ പൊയ്ക്കോ, നീ നിന്റെ സ്വതന്ത്ര ജീവിതം നീ ഇനി മുതൽ അടിമയല്ല. ഇതാണ് ഇത്ഖ് എന്ന് പറയാ, അടിമമോചനം ചെയ്യുക. ഇസ്ലാമിൽ പലതിനും അടിമമോചനം പരിഹാരമാണ്. ഒരാളെ സത്യം ചെയ്ത് പറഞ്ഞു വല്ലാഹി ഞാൻ കോഴി തിന്നൂല, ഉദാഹരണം പറയാം, വല്ലാഹി ഞാൻ ഐസ്ക്രീം തിന്നൂല, ഒരു ഉദാഹരണം പറയാം, എന്നിട്ട് ഐസ്ക്രീം തിന്നു എന്ന് വിചാരിക്കുക. വല്ലാഹി പറഞ്ഞിട്ട് തിന്നാൽ 3 ദിവസം നോമ്പെടുക്കണം.
അതിനു മുമ്പ് ഒരടിമയെ മോചിപ്പിക്കണം. ഇന്ന് അടിമകളൊന്നുമില്ലല്ലോ. അടുത്ത ഓപ്ഷൻ 3 നോമ്പെടുക്കണം 3 ദിവസം തുടർച്ചയായിട്ട്. എന്തേ? അള്ളാന്റെ പേര് പറഞ്ഞ് സത്യം ചെയ്തതിനെതിരെ ചെയ്തില്ലേ? എൻ്റെ പ്രായശ്ചിത്തം അതാണ്. പക്ഷെ അതിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ അടിമമോചനമാണ്. അടിമയെ മോചിപ്പിക്കുക. പിന്നെ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. 3 ദിവസം നോമ്പെടുക്കാനും പറ്റാത്ത ആള് 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും. ആ ഒരു രീതി ഓരോന്നിലും പ്രായശ്ചിത്തം എന്താ? അടിമകളെ മോചിപ്പിക്കല. ബീവി റളിയല്ലാഹു അൻഹ തലവേദനയുണ്ടായപ്പോൾ എന്ന് പറഞ്ഞു. അല്ലാമ ഇബ്നു അബി മുലൈക ഇത് റിപ്പോർട്ട് ചെയ്തു. അവർക്ക് തലവേദന വന്നപ്പോ കൈ നെറ്റിയിൽ വെച്ചുകൊണ്ട് മഹദി പറയാൻ, ബിദംബി, ഞാൻ ചെയ്തു പോയ തെറ്റുകൊണ്ടാവണം അല്ലാഹു എനിക്ക് പരീക്ഷണം തന്നത്. വമാ യഗ്ഫിറുഹുല്ലാഹു അക്സർ, എൻ്റെ പടച്ച തമ്പുരാൻ ഒരുപാട് എനിക്ക് മാപ്പ് നൽകുന്നുണ്ട്. ഞാൻ ഈ ചെയ്തത് കൊണ്ട് അല്ലാഹു ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാവണം എനിക്ക് തലവേദന വന്നത് എന്ന്. ഒരു പ്രയാസം വരുമ്പോ നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടാണോ എന്ന് തിരിച്ചറിവ് അസ്മാ ബീവി പഠിപ്പിച്ചതാണ് റളിയല്ലാഹു തആല അൻഹ.